മാസങ്ങളായി പാൽ അളന്ന പണം ലഭിക്കാത്തതിൽ എരുമപ്പെട്ടിയിൽ ക്ഷീര കർഷകരുടെ പ്രതിഷേധം. ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന് മുന്നിൽ പാലൊഴിച്ച് കർഷകർ പ്രതിഷേധിച്ചു. ഈ കയ്യും കാലും മുട്ടുമില്ലാതെ പണിയെടുത്തുണ്ടാക്കുന്ന ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് 2 മാസത്തെയും 3 മാസത്തെയും പാലിലെ പൈസ കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ഞങ്ങൾ ഇന്ന് വന്നവരെല്ലാവരും ഇവിടെ പാലളക്കാണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ ഇവിടെ സൊസൈറ്റിയുടെ മുന്നിൽ ഒഴിച്ചു പോകാനും അത് ഉത്തരവാദിത്തപ്പെട്ട ആരും ഇവിടെ ഈ നിമിഷം വരെ എത്തിപ്പെട്ടിട്ടില്ല. 3 മാസമായി കർഷകർക്ക് പാലളന്ന പണം ലഭിച്ചിട്ട് നിരന്തരം പണം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അധികൃതർ അവധികൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവുകയാണ്. ഇതിനെ തുടർന്നാണ് കർഷകർ ക്ഷീരസംഘം ഓഫീസിലെത്തി പ്രതിഷേധിച്ചത്. 30,000 രൂപ വരെ ലഭിക്കാനുണ്ടെന്ന് കർഷകർ പറയുന്നു. 3 മാസം കാശ് കിട്ടണം. ഈ കാശ് എന്ന് പറയണമെങ്കിൽ ഇവർ തിരിമറിക്കാണ്. ഞങ്ങൾ ഈ പശുവിൻ്റെ അടുത്ത് സൊസൈറ്റിയിൽ നിന്ന് പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പശുവിൻ്റെ മുമ്പിൽ നിന്നുണ്ടെങ്കിൽ പശുവിൻ്റെ വയറ് നിറയില്ല. ഈ കൊതുകടിയും ഈച്ചകടിയും കൊണ്ടിട്ടാണ് ഇത് കറന്നുകൊണ്ടിരുന്നത്. ഈ തീട്ടപ്പുല്ല് കഴിഞ്ഞിട്ടാണ് ഇത് കൊണ്ടുവന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഞങ്ങൾ മൊത്തം 5 ലക്ഷത്തിലധികം രൂപ പാൽ അളന്ന വകയിൽ കർഷകർക്ക് സൊസൈറ്റി നൽകാനുണ്ട്. പ്രതിഷേധത്തെ തുടർന്ന് സെക്രട്ടറി എത്തിയെങ്കിലും കർഷകർക്ക് ലഭിക്കേണ്ട പണം എന്ന് നൽകും എന്നതിനെക്കുറിച്ച് പറയാൻ തയ്യാറായില്ല. തുടർന്ന് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ കർഷകർ പരാതി നൽകി. ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾ 10 അംഗ സംഘമാണ്. ഈ 10 അംഗ സംഘത്തിൽ ഒരാളെങ്കിലും ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. 6 മണിക്ക് പാലളക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഇതേവരെ ഒരു മനുഷ്യന്മാർ ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഇവർക്ക് ലാഭം മാത്രമേ ഉള്ളൂ. ക്ഷീരകർഷകർ പിഴിഞ്ഞ് കുടിക്കുക. എവിടെ കൊണ്ട് മുക്കിയെന്നറിയില്ലേ കാശൊക്കെ. ഈ മിൽമയ്ക്ക് 50 ലിറ്റർ 60 ലിറ്റർ പാല് കൊടുത്ത് പോകുന്നുണ്ട്. ഈ പൈസ ഇവിടെ പോകണമാറിയില്ല. ഈ 10,000 രൂപയ്ക്ക് പാല് പുറമോളുണ്ട്. അതിൻ്റെ കാശ് ഇവിടെ പോകണമാറിയില്ല. ഒരാൾക്കും ഒരു ഉത്തരവാദിത്വമില്ല. കോൺഗ്രസ് നേതാക്കളായ അമ്പലപ്പാട്ട് മണികണ്ഠൻ, MM നിഷാദ്, NK കബീർ, അജു നെല്ലുവായ്, PS സുനീഷ്, MC ഐജു എന്നിവരും കർഷകർക്ക് പിന്തുണയർപ്പിച്ച് എത്തിയിരുന്നു. കർഷകർക്ക് അവരുടെ അർഹതപ്പെട്ട പണം ലഭിക്കുന്നതുവരെ സമരപരിപാടികളുമായി കൂടെയുണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. ഏകദേശം 20ഓളം ക്ഷീരകർഷകരായിട്ടുള്ള കുടുംബങ്ങൾ പാലളക്കുന്നവരാണ്. എന്നാൽ ഇപ്പോൾ ഏകദേശം 4 മാസത്തോളമായി ഇവിടെ പാല് അളക്കുന്ന ക്ഷീരകർഷകർക്ക് അവർക്ക് ലഭിക്കേണ്ട പണം കൊടുക്കാൻ ഈ ഭരണസമിതി തയ്യാറാകുന്നില്ല. ഈ പ്രതിഷേധത്തിലും ഇതിൽ ഇവിടുത്തെ ഭരണാധികാരികൾ കണ്ണ് തുറന്നില്ലെങ്കിൽ തീർച്ചയായും ഇവരുടെയൊക്കെ വീടുകളിലേക്ക് ഈ പ്രതിഷേധത്തിന്റെ രൂപം സമരവും മാറുമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇതിൽ രാഷ്ട്രീയമല്ല, ഞങ്ങളുടെ ഉറച്ച പിന്തുണ ഈ പ്രിയപ്പെട്ട ക്ഷീരകർഷകർക്ക് ഇവരുടെ ആവശ്യം നേടിയെടുക്കുന്നത് വരെ ഉണ്ടാകുമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. TCV ന്യൂസ്